ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഓൾ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. കാരണം എൻ്റെ കമൻറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫുള്ളായിട്ട് നിങ്ങൾ എവിടുന്ന റെസിൻ ആർട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, ഇതുപോലെ ക്ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ബേസിക്കായിട്ട് ആദ്യമായിട്ട് ക്ലോക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ കാണാം കേട്ടോ. ആദ്യം ബേസിക്കായിട്ട് നമ്മൾ MDF ബോർഡാണ് യൂസ് ചെയ്യുന്നത് ക്ലോക്ക് ആകുമ്പോൾ. എന്നിട്ട് നമ്മൾ അതിനെ നമ്മുടെ ബേസായിട്ട് ഏതെങ്കിലും അക്രിലിക് കളർ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് എന്തായാലും ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് റെസിൻ മിക്സ് ചെയ്യുക എന്നതാണ്. അപ്പോൾ റെസിൻ മിക്സ് ചെയ്യുമ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര മെഷർമെൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു മെഷർമെൻറ്റ് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു 10 ഇഞ്ചിൻ്റെ ബേസ് ക്ലോക്കാണ്. അതായത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണെങ്കിൽ 10 ഇഞ്ച് 8 ഇഞ്ച് ബേസിൽ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 100 ഗ്രാം റെസിനും അതുപോലെ 50 ഗ്രാം ഹാർഡ്നറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മൂന്നാമതായി ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഈ ഒരു മാസ്കിംഗ് ടാപ്പ്. നമ്മുടെ റെസിൻ്റെ MDF ബോർഡില്ലേ, നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യുന്ന ആ MDF ബോർഡിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഈ ഒട്ടിക്കുന്ന രീതി ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് റെസിൻ ആർട്ട് ചെയ്യാൻ താല്പര്യമുള്ള, അതായത് ഇതുപോലെ ക്ലോക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്താണ് നമ്മൾ എന്താക്കേണ്ടത്, മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നോർമലി നമ്മൾ സാധാ ക്രിസ്റ്റൽ ക്ലിയർ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സൈഡിലും കൂടി എന്താക്കണം, മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. പക്ഷേ ഇത് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ വെച്ചിട്ട് ഉള്ള ഒരു ക്ലോക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താക്കണ്ട, സൈഡിൽ ഇതുപോലെ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണ്ട. ഇതല്ല സൈഡ്, ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. പിന്നെ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലോണം അമർത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഒരു മിഡിലെ പോർഷനിൽ നമ്മൾ എന്താക്കണം, സെയിം മാസ്കിംഗ് ടാപ്പ് ഓപ്പോസിറ്റ് സൈഡ് റോൾ ചെയ്തിട്ട് ഇതുപോലൊരു റോള് അതിൻ്റെ അകത്തും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് പിന്നെയും റീയൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയും വെച്ച് കൊടുത്താൽ നമ്മുടെ ബേസിക്കായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ക്ലോക്കിൻ്റെ കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു ബ്ലാക്ക്, വൈറ്റ്, ഓഫ് വൈറ്റ് അങ്ങനെ കുറച്ച് പിഗ്മെൻറ്റ്സ് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ മെല്ലെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങിച്ചാൽ മതി. ബേസായിട്ട് വേണ്ട ഇത്രയും കളറാണ് കേട്ടോ. ഇതൊരു ഓഫ് വൈറ്റ്, അതായത് കേബേജ് വൈറ്റ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഈ ഒരു ഓഫ് വൈറ്റ് കളറിൽ ക്ലോക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റെസിനെ ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് സ്ലോയിൽ വേണം മിക്സാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കളർ മിക്സ് ചെയ്യുക. കളർ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്താക്കണം, 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, അതായത് ഒരു 5-10 മിനിറ്റ് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം വേണം നമ്മൾ എന്താക്കാൻ, ബേസിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇല്ലെന്നെങ്കിൽ കളർ കറക്റ്റ് മിക്സായി കിട്ടൂല. ഞാൻ അതിലേ പറഞ്ഞല്ലോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് റെസിൻ മിക്സാക്കി വെക്കുന്നത്. ബേസ് പെയിൻ്റ് അടിച്ചതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പിലാണ് റെസിൻ മിക്സാക്കി വെക്കുന്നത്. അതൊന്ന് മിക്സാക്കി വെച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡിലും അതുപോലെ മിഡിലൊക്കെ മാസ്കിംഗ് ടാപ്പൊക്കെ ഒഴിക്കുമ്പോഴേക്കും ആ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചതിൻ്റെ ഫോർത്ത് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പിഗ്മെൻറ്റ് മിക്സ് ആക്കുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ആ ബേസിൽ ആ കളറ് മിക്സ് ചെയ്ത റെസിൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അടുത്ത ഫോർത്ത് സ്റ്റെപ്പാണ്, അതായത് നമ്മൾ ബോർഡറായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് 2 രീതിക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ റെസിനിലൊന്നും ഒഴിക്കാതെ ഡയറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗ്ലൗസ് പ്രത്യേകം ഇടണം. ഇനി കൈക്കാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ സർക്കിളാക്കി വെച്ച് കൊടുക്കുക. അത് അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് കുറച്ച് റെസിനിൽ ഗോൾഡൻ, നമുക്കിതിൽ ഗോൾഡൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മെറ്റാലിക് ഗോൾഡ് മിക്സ് ആക്കിയിട്ട് എന്താക്കാം, അതിൻ്റെ മേലെ കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ റെസിനിൽ ഗോൾഡൻ പിഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ കുറച്ച് ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ മിക്സാക്കിയിട്ട് അത് സർക്കിളാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വഴി, അങ്ങനെ 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം വേണം കേട്ടോ നമുക്കിതാകാൻ ഡ്രൈ ആയി കിട്ടാൻ. മഴയാണെങ്കിൽ ഒരു 2 ദിവസം എടുക്കും, കാരണം മഴയത്ത് റെസിന് ഡ്രൈ ആവാൻ വേണ്ടത് ചൂടില്ലെങ്കിൽ അത് എന്തായാലും കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഡ്രൈ ആയി കിട്ടുക കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, കാരണം നമുക്കത് ഡ്രൈ ആയി കിട്ടണം. പിറ്റേ ദിവസം ഞാൻ എടുക്കുന്ന മെഷർമെൻറ്റ് സെയിം തന്നെയാണ്. 100 ഗ്രാം റെസിനും അതുപോലെ തന്നെ 50 ഗ്രാം ഹാർഡ്നറും വന്നിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു മെഷീൻ വാങ്ങിയാൽ സൗകര്യമായിരിക്കും.
അപ്പോൾ അതിൽ നോക്കിയിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വീഡിയോയിൽ ഞാൻ ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, വെറുതെ ലാഗ് ആക്കണ്ട എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കത് സ്ലോയിൽ വേണം നിങ്ങൾ ഒഴിക്കാൻ. ഇതൊരു ഫോട്ടോ ക്ലോക്കാണ്, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഫോട്ടോ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 10 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ 8 ഇഞ്ചിലാണ് ഫോട്ടോ പിന്നെ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പിറ്റേന്ന് ചെയ്യേണ്ടത് നമ്മൾ ആ മിഡിൽ ഒട്ടിച്ച് കൊടുത്ത ആ ഒരു മാസ്കിംഗ് ടാപ്പ് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഇതുപോലെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കണം കേട്ടോ. വേറെ ഫ്ലെക്സ് കിക്ക് യൂസ് ചെയ്യരുത്. ഫ്ലെക്സ് കിക്ക് യൂസ് ചെയ്താൽ അതിൻ്റെ ആ ഒരു സംഭവമൊക്കെ വൈറ്റിഷ് അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ബോർഡറൊക്കെ. പിന്നെ ഈ ഒരു ഫോട്ടോ ക്ലോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ ഒരു ഹോൾസ് ഇല്ലേ, നമ്മുടെ ക്ലോക്കിൻ്റെ മെഷീൻ ഇടേണ്ട ഹോൾസ് ആരുടെയും മുഖത്ത് വരാത്ത രീതിയിൽ വേണം നമ്മൾ എന്താക്കാൻ ഇത് വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തത് ഇത് നമുക്ക് ക്ലോക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാനല്ലേ. അപ്പോൾ ഇതുപോലെ പ്ലേസ്മെൻറ്റ് ഷീറ്റ്, ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ, പ്ലേസ്മെൻറ്റ് ഷീറ്റ്. അപ്പോൾ പ്ലേസ്മെൻറ്റ് ഷീറ്റ് വെച്ചിട്ട് എന്താക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഒരു ബേസിക്കായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യമാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. എൻ്റെ റെസിനിൽ ക്രാഫ്റ്റിൻ്റെ എല്ലാ സാധനവും ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽസും എവിടെ നിന്ന് വാങ്ങുക, എവിടെ നിന്നാണ് കിട്ടുക, അതുപോലെ ബേസിക്കായിട്ട് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് ഡിജിറ്റ്സ് ആണ് കസ്റ്റമർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡിജിറ്റ്സ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് ഡിജിറ്റ്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ വെക്കുന്നതിന് മുമ്പേ നമ്മൾ ഇപ്പോൾ റെസിന് മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ എന്തായിട്ടുണ്ടാവും, റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഈ റെസിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബബിൾ റിമൂവിങ് സ്പ്രേ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെസിന് വെച്ച് എല്ലാം ലെവലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്താക്കുക, ബബിൾ റിമൂവിങ് സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ ഹീറ്റ് ഗൺ ആണെങ്കിൽ ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ട് ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ പേര് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരാണ് സിൽക്കൺ ബ്രഷ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും താഴ്ന്ന സൈസാണ്. ഇതിൻ്റെ വലിയ സൈസും ഉണ്ട് കേട്ടോ, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത്, നമ്മൾ നോർമലി സ്റ്റിക്കോടാണ് ഇത് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നെങ്കിൽ, ഇപ്പോൾ ഫോട്ടോ ക്ലോക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ മേലെ സ്ക്രാച്ച് വീഴും. അപ്പോൾ ഈ ഒരു സിലിക്കോൺ ബ്രഷ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ എന്താവില്ല, സ്ക്രാച്ച് വീഴില്ല. ഇത് റെസിനായാലും നമുക്ക് പെട്ടെന്ന് തന്നെ, സിലിക്കോണിലാണല്ലോ നമ്മൾ സാധാരണ പ്രിസർവിങ് കാര്യമൊക്കെ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് സിലിക്കോൺ ബ്രഷ്. അപ്പോൾ ഇതും ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ പല ടൈപ്പും ഉണ്ട്, നമുക്ക് ഏതാ വേണ്ട വെച്ചാൽ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇതുപോലെ ബബിൾ റിമൂവിങ് സ്പ്രേ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെറിയ ഗോൾഡൻ സ്റ്റോൺസ് ഉണ്ട്, ചെറിയ മിനി ഗോൾഡൻ സ്റ്റോൺസ്. അപ്പോൾ ഇതുപോലെ ബോർഡറിൽ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോർഡറിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയറിൻ്റെ മേലെ. ഇനി നമ്മുടെ ഈ ഒരു കണ്ടോ, ഈ ബാക്ക് സൈഡിൽ എത്രമാത്രം റെസിനാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ അത് ഫുള്ള് ബേസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഹീറ്റ് ഗണ്ണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഹീറ്റ് ഗണ്ണ് യൂസ് ചെയ്യൽ ഈ ഒരു ടൈമിലാണ്. കാരണം ആ ഒരു റിമൂവിങ്, ആ ഒരു ബബിൾസൊക്കെ ആ തുള്ളി വന്നിട്ടില്ലേ ബാക്കിൽ, അതൊക്കെ റിമൂവ് ആകാൻ വേണ്ടി നമ്മൾ ആദ്യം ഹീറ്റ് ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇത് തുള്ളികളായിട്ട് ഉറ്റിയതൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഈ ഗോൾഡൻ മാർക്കർ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ ടച്ചപ്പ് എന്നാണ് പറയുക. ഇതൊക്കെ ഫൈനൽ ടച്ചപ്പിംഗ് സ്റ്റേജാണ്. നമ്മൾ ഫൈനലായിട്ട് എന്താക്കും, ബോർഡറിലും സൈഡിലും അതുപോലെ ആ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണിൻ്റെ മേലെ ആവശ്യമെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണിൻ്റെ മേലെയും നമ്മൾ എന്താക്കും, ഇതുപോലെ ഗോൾഡ് ടച്ച് ചെയ്യും. ഇതെന്തിനാ വെച്ചാൽ ആ ഒരു ഗോൾഡൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെഷീൻ യൂസ് ചെയ്യൽ എങ്ങനെയാ വെച്ചാൽ, ആദ്യം ഇതുപോലെയുള്ള ആ ഒരു വട്ടത്തിലുള്ള ഗോൾഡൻ സംഭവമില്ലേ അതൊന്ന് ഊരിക്കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ താഴെയുള്ള ബ്ലാക്കും ഊരിക്കൊടുക്കുക. ഇത് രണ്ടും ഊരിക്കൊടുത്തതിന് ശേഷം നമ്മൾ എന്താക്കുക, അതിൽ ഹാങ്ങിങ്സിൻ്റെ സംഭവമുണ്ട്. ഇതാണ് നമ്മൾ ക്ലോക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാണ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ആ ഒരു ബ്ലാക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ക്ലോക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു വട്ടത്തിലുള്ള ആ ഒരു ഗോൾഡൻ കളറിലെ അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിരിച്ചു കൊടുക്കുക. നല്ല ടൈറ്റിൽ തിരിച്ചു കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ മെഷീൻ ടൈറ്റാകി നിൽക്കുള്ളൂ ഹാങ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ നീഡിൽ, അപ്പോൾ പല ഡിസൈനിലുള്ള നീഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ടൈപ്പ് നീഡിലാണ് വെച്ച് കൊടുക്കുന്നത്. അതാദ്യം നമ്മൾ ചെറിയ സൂചി വെച്ച് കൊടുക്കുക, പിന്നെ വലിയ സൂചി വെച്ച് കൊടുക്കുക. ഇത് രണ്ടും നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. മൂന്നാമത്തെ സെക്കൻഡ് സൂചി വെക്കുമ്പം ചെറുത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു ഇല്ല എന്ന മട്ടിൽ വേണം നമ്മൾ എന്താക്കാൻ വെച്ച് കൊടുക്കാൻ കേട്ടോ.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ക്ലോക്ക് ആയിക്കോട്ടെ നമ്മൾ ബേസായിട്ട് ഒരു 18 mm ആയിരിക്കും മെഷീൻ യൂസ് ചെയ്യുക. പക്ഷെ ഏറ്റവും നല്ലത് ഒരു 20-22 mm മെഷീൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോക്കിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കിയാലോ.